സമയം 6 മണി കേട്ടോ. അപ്പോൾ എണീറ്റു. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ നെഞ്ചിൽ കുറച്ച് നേരം അപ്പനിങ്ങനെ കിടക്കണം. ഒരു 6:30 ആയപ്പോഴേക്കും അടുത്ത ആൾ എത്തി. കണ്ടില്ലേ, കള്ളത്തികൾ രാവിലെ നേരത്തെ എണീക്കും കേട്ടോ. പിന്നെ എൻ്റെ അമ്മയുടെയും പണികളൊക്കെ ഭയങ്കര സ്റ്റോപ്പായിരിക്കും കുറച്ച് നേരം. പിന്നെ രണ്ടാളും അമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു വലിയൊരു കസേര ഉണ്ട് അവിടെ. കസേരയിൽ ഇരുന്ന് രണ്ടാളും അമ്മയുടെ മേലെ കയറിയിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് സെറ്റായി കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പല്ല് തേക്കൽ പിന്നെ കഴിക്കൽ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പോയി അതെ ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റ് അത് കഴിഞ്ഞ് രാവിലെ രണ്ടുപേരും അമ്മമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ രണ്ടാളും ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണം രണ്ടുപേരും. അപ്പോൾ അതിനിടയ്ക്ക് ബേബിക്ക് ടാറ്റ കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ബേബിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ 8 മണിയാകുമ്പോഴേക്കൊരു കുഞ്ഞ് വെയിൽ വരും. അപ്പം ആ നേരം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം വെയിൽ കൊള്ളിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ ഓട്ടോ വരുന്നതും ഇല്ല, വെയിൽ പോവുകയും ചെയ്യും, അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ടായിരുന്നേ. ഓട്ടോ പെട്ടെന്നൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ബ്ലോഗ്സൊക്കെ വെച്ച് കളിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവിടെ സിറ്റ് ഔട്ടിലിരിക്കുക. ആക്ച്വലി മുറ്റത്ത് ജെല്ലിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് അത് പെറുക്കി വാരി എറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പം ഞങ്ങളിങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ബ്ലോഗൊക്കെ വെച്ച് ഇതുപോലെ കളിപ്പിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. That I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace in the stations that I throw on. But I wish there was a song with your name. അങ്ങനെ ഓട്ടോ വന്ന് വേഗം ഓടിച്ച് അടിക്കയറി പോയി. പിന്നെ ബേബീനെ കുറച്ച് നേരം വെയിപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു, ബേബീനെ അനിയത്തിൻ്റെ അടുത്ത് കൊടുത്ത് വയറിന് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ കൊള്ളിപ്പിച്ച് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. നല്ല വെയിലായിട്ടപ്പോഴേക്കും മുഖമൊക്കെ പൊള്ളുന്ന നല്ല ചൂടായിരുന്നു. പക്ഷെ കുറച്ച് നേരം ബേബിക്ക് നല്ല സൂര്യപ്രകാശമൊക്കെ കൊടുത്ത് അവിടെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അയ്യാ തലകറങ്ങണേ എന്ന് പറഞ്ഞ് വേഗം ഉള്ളിൽ കയറി ചാടി ഓടിപ്പോയി. ഇനി അടുത്തത് ക്ലീനിങ് ടൈമാണ്. അനിയത്തി കുളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുള്ള പണിയാണത്. അതായത് ബേബിയുടെ റൂം റെഡിയാക്കുക. രാത്രി ഞാൻ അമ്മ ബേബികളെല്ലാവരും കൂടെ ഞങ്ങൾ ഈ റൂമിലാണ് കിടക്കുക. ചെറിയ റൂമാണ്, പക്ഷേ താഴെ ഞങ്ങൾ ബെഡിൽ കട്ടിലുമ്മൽ ഞാനും അനിയത്തി അങ്ങനെ കിടക്കും. അപ്പോൾ കുറേ ബെഡ്ഷീറ്റ്സും ബെഡും കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് ഇടുകയാണ്. കുറേ സമയം എടുക്കും. ഇത് കഴിയുമ്പോഴേക്കും ഞാൻ പടേഷാവും. പക്ഷെ എന്നാലും അവൾ വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കണം. അതാണ് എൻ്റെ എവറി ഡേ മോർണിംഗ് ഡ്യൂട്ടി. റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാളിലേക്ക് ക്ലീനിങ് കണ്ടിന്യൂ ചെയ്തു. കാരണം കുറേ സാധനങ്ങളൊക്കെ അവിടെ അടുക്കി പെറുക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുന്ദരിക്കുട്ടികൾ അമ്പലത്തിൽ നിന്ന് എത്തിയത്. വന്ന സമയത്ത്
കൽക്കണ്ടം, പാൽ പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിച്ചോ? ആ വലുമ തുടച്ചത്. യമ്മി. ഇന്ന് വ്ളോഗിംഗ് ഡേ ആണ്. ഇങ്ങനെ ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. മഞ്ഞളും തേങ്ങാപ്പാലും ചെറുപയറൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായിട്ട് കുളിപ്പിക്കുകയാണ്. കുഞ്ഞു ചേച്ചിമാർ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ കുളി കഴിഞ്ഞിട്ട് ഞാനായിട്ട് എടുക്കുക, കാരണം അമ്മയ്ക്ക് കുളിപ്പിച്ചിട്ട് അങ്ങ് എടുക്കാനായിട്ട് വയ്യ. അപ്പം ഞാനെടുക്കും. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വൈറ്റമിൻ്റെ മരുന്നൊക്കെ കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് കുഞ്ഞു ചേച്ചിമാർ നല്ല കളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി, മീൻ നന്നാക്കൽ. അയിലായിരുന്നേ. അപ്പോൾ അത് നന്നാക്കി. അപ്പോൾ അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ക്യാമറ ഓഫ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അമ്മോട് പറയുക. അപ്പോൾ അമ്മയ്ക്കിത് എവിടെ എങ്ങനെയാണ് ഓഫ് ചെയ്യാന്ന് അറിയാതെ അമ്മ പാടുപെടുകയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫിഷ് നന്നാക്കിയത്. ചെറിയ ഉള്ളി, പെരുംജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എരിവ് ഭയങ്കര കുറച്ചിട്ടായിരുന്നു. അതുപോലൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്കിപ്പം 8 months സ്റ്റാർട്ട് ചെയ്തു. 21st 8 months സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അറൗണ്ട് എനിക്കൊരു 65 days ഉണ്ട് ഡെലിവറിക്ക്. അപ്പോൾ അതുവരയ്ക്ക്, അതായത് 65 days ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ലോങ് വീഡിയോ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. ഡെയിലി അപ്ലോഡ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഗ്യാതറിങ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് സ്പ്ലിറ്റപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒന്നും ഒരുമിച്ച് കൂടാൻ പറ്റത്തില്ല. അപ്പം കുഞ്ഞുങ്ങളും വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അവരൊക്കെ വലുതാകുമ്പം ഭയങ്കര ഒരു മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത്. ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനുണ്ട്. എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയണം ബെറ്റർ ആക്കാനായിട്ട്. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിച്ച് അമ്മൂമ്മയുടെ മേലെ കയറിയിരുന്ന് കോലുമിഠായിയൊക്കെ കഴിച്ചുകൊണ്ട് കിടപ്പാണ്. കുറച്ച് നേരം യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരാൾ ഉറങ്ങി, അടുത്ത ആൾ അടുത്ത റൂമിൽ കിടന്നുറങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഡയറി മിൽക്കും കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു കേട്ടോ.